ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഈ രീതി ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അത് കുതിർന്ന് വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ മൊത്തമായിട്ടൊന്ന് അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് കാരമൽ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും കേട്ടോ. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള റവൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയിട്ട് എടുക്കാം. കുറുക്കി വരുന്ന ഒരു സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1-2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത്. അപ്പോൾ പാനിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഒന്ന് നെയ്യ് തടവിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൊത്തമായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ഫുള്ളായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന സമയത്ത്. ഇനി ചൂടൊക്കെ പോയതിന് ശേഷം ഇതുപോലെ തട്ടിയെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ റവ ഇതേ രീതിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിലെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.